നാളെ കേരളത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ആസിഫ് അലിയും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മിറാഷ് എന്ന ചിത്രം. സിനിമ സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫാണ്. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. ശ്രീ ജിത്തു ജോസഫ്, സ്വാഗതം. നാളെ അങ്ങയുടെ പുതിയ സിനിമ വരുന്നു. ഇതിൽ ട്രെയിലർ കാണുമ്പോൾ ഇത് എന്താണ് ഇവർ അന്വേഷിക്കുന്നത് നമുക്കൊരു കൗതുകം തോന്നും. എന്താണ് അന്വേഷിക്കുന്നത് പറയാൻ പറ്റില്ലെങ്കിലും. അല്ല, അത് തന്നെയാണ് ആ സിനിമ. നമ്മൾ ആ സിനിമയ്ക്ക് മിറാഷ് എന്നുള്ള ഇട്ടതും അതുകൊണ്ട് തന്നെ. അതൊരു എന്താ പറഞ്ഞ, അപർണ ബാലമുരളിയുടെ അഭി എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവും അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്നതും അതിന് കൂടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ആസിഫ് അലിയുടെ ക്യാരക്ടറും കൂടെ കൂടുന്നു. അങ്ങനെ അവരുടെ യാത്രയിൽ അവര് മുന്നിൽ കാണുന്ന പല പ്രശ്നങ്ങളും ആ പ്രശ്നം ഇതാണെന്ന് കരുതി അവരടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നതല്ല പ്രശ്നം, അതിനപ്പുറത്ത് അത് മാറുകയാണ്. അപ്പൊ ഒരു മിറാഷ് എഫക്റ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക് മിറാഷ് എന്നിട്ടത്. പിന്നെ അത് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുക. ഈ ആസിഫും അപർണയും നേരത്തെ വളരെ കുറച്ച് ഫീൽ ഗുഡ് സിനിമകളിൽ ഇങ്ങനെ ഒരുമിച്ച് വന്നവരാ. പിന്നെ കിഷ്കിന്ധാണ്ടം മുതലാണ് അവരൊന്ന് അവരുടെ ആ ജോഡി വേറൊരു പാതയിൽ. ഇത് അതിൻ്റെയും കുറച്ചും കൂടി ഇന്റൻസ് എക്സ്ട്രീം വേർഷനാണെന്ന് തോന്നുന്നു. രണ്ടുപേരെ സംബന്ധിച്ച് അവരുടെ കഥാപാത്രങ്ങളെ കുറച്ചുകൂടി ഡെപ്തുള്ള കഥാപാത്രങ്ങളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ടോട്ടലി. ഇപ്പം കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു, ത്രില്ലർ ആയിരുന്നു. ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് ഒരു ഇമോഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇമോഷൻ ഉണ്ട്. പക്ഷെ ആ ഇമോഷനേക്കാൾ ഇവന്റ്ഫുൾ ആണ്. ഒരു സംഭവങ്ങളിൽ നിന്ന് മറ്റൊരു സംഭവങ്ങളിലേക്ക്. അപ്പൊ ഇവരുടെ ഒന്നിച്ചുള്ള ഒരു യാത്ര, ഇവരുടെ ഒരു കെമിസ്ട്രി കാര്യങ്ങള്, ഈ ആക്ച്വലി ഇത് കുറച്ചുകൂടി ഒരു ഈ ഫീമെയിൽ സെൻട്രിക് ആന്ന് വേണം പറയാം. ഇതിനകത്ത് ഒരു ലീഡ് ക്യാരക്ടറായിട്ടുള്ള അല്ലെങ്കിൽ അപർണയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ കഥ പോകുന്നത്. അല്ലെങ്കിൽ അപർണയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നീങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്യുകയും അവര് തമ്മിൽ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയ അവര് തമ്മിൽ പിന്നീടുള്ള യാത്രയിൽ അവർ തമ്മിലുണ്ടാകുന്ന ഒരു കെമിസ്ട്രിയും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ഈ കഥ അപർണയാണ് അല്ലേ? എങ്ങനെയാണ് എനിക്ക് അവരെ കുറിച്ച് കൂടുതൽ പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് പുതിയൊരു ആൾക്കൊപ്പം ചേരുമ്പോൾ ഒരു അനുഭവം അങ്ങയുടെ ഭാവനയ്ക്കൊത്തുള്ള ആ എഴുത്തായിരുന്നു? എങ്ങനെയാണ്? അല്ല, ഇത് ശരിക്കും ഇത് ഞങ്ങൾ ഹിന്ദിയിൽ ആലോചിച്ചൊരു സിനിമയായിരുന്നു. ഇതിനകത്ത് അപർണ എന്ന് പറഞ്ഞ ആ ലേഡിയുടെ ഒരു കഥയാണ്. പുള്ളിക്കാരത്തി മുംബൈയിൽ നിന്നുള്ളതാണ്. ശ്രീനിവാസ് എന്ന് പറഞ്ഞ റൈറ്റർ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്ത് ഒരു 5 കൊല്ലം മുമ്പ് എന്റെ അടുത്ത് വന്നതാണ്. അവർക്ക് ഹിന്ദി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് ചെയ്തത്. പക്ഷെ അവിടെ ഞങ്ങൾ പിച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഹീറോയിൻ സെന്റേർഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഹീറോയ്ക്ക് ആക്ച്വലി തത്തുല്യമായ പ്രാധാന്യമുണ്ട്. എവിടെയോ ഹീറോയിൻ കുറച്ച് കയറി നിൽക്കുന്നതുകൊണ്ടാണ് എന്താണോ അവിടുത്തെ പല ആക്ടേഴ്സും അതിന് തയ്യാറായില്ല. പക്ഷെ അതൊരു നല്ലൊരു ലീഡ് ആക്ടർ ചെയ്താലേ അത് നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തു. അവസാനം പ്രോജക്റ്റ് ഉപേക്ഷിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ സംസാരിക്കാം. കാരണം എനിക്ക് ആസിഫ് അലിയിലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും കഥയുടെ ക്യാരക്ടറുടെ വലിപ്പച്ചെറുപ്പമല്ല നോക്കുന്നത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ ആസിഫിനോട് ഇത് കഥ പറയുകയും ആ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ചേട്ടാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി അതിനെ സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഈ പ്രൊജക്ട് നടക്കുന്നത്. അതൊരു 5 വർഷത്തെ ഒരാളുടെ കാത്തിരിപ്പാണ് ആക്ച്വലി. അതിന്റെ ഒരു റൈറ്റർ, ആ ടീം, മനോജ് കാത്രി എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ അടുത്ത് ഈ പ്രൊജക്ട് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതൊരു പടം ഒരു നല്ല രീതിയിൽ വരണം എന്നുള്ളത് എനിക്ക് അതിയായ എന്താ പറയാ, എന്റെ സിനിമയേക്കാൾ എന്റെ കഥകളേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരാള് 5-6 വർഷം ഒരു കഥയുടെ പുറകെ ഇങ്ങനെ നിന്നിട്ട് അതിന്റെ ഒരു സെന്റിമെന്റ്സ് എനിക്കുണ്ട് ഈ സിനിമയ്ക്ക്. ശരിയാണ്. 5-6 വർഷമൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെയും പരിചയത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. വർഷങ്ങളായി ഇതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചത് തൊട്ടടുത്ത് എത്തി തുടങ്ങുന്നു എന്ന് പറയുമ്പോഴേക്കും തിന്നിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബോളിവുഡിലെ കാര്യം പറഞ്ഞല്ലോ, ആക്ടേഴ്സ് തയ്യാറായില്ലെന്ന്. അപ്പോൾ നടിമാരെ നേരിട്ട് സമീപിച്ചിരുന്നു? അവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നടിമാർ ഈ കാര്യം ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായിരുന്നോ? അല്ല, ഈ കഥാപാത്രം ചെയ്യാൻ പല നടിമാരും റെഡിയാണ്. പക്ഷെ നമുക്ക് അതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം ഒരു ഹീറോയും കൂടെ അതിനകത്ത് വരണം. അപ്പൊ അതായിരുന്നു. അതുകൊണ്ട് പലരും താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അത് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ഒരു ആക്ടർ അതിന് തയ്യാറാകാത്തതുകൊണ്ടായിരുന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്.
എനിക്കൊരു ബോളിവുഡിന്റെ മൊത്തത്തിലൊരു പ്രശ്നമായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റ് ഭാഷാ സിനിമകളൊക്കെ അല്ലേ ബോക്സ് ഓഫീസിൽ ഇന്ത്യയിൽ തന്നെ വിജയിക്കുന്നു. വിദേശ ഭാഷ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ലോകയടക്കം നേടിയ വിജയം. ഒരു അനിമേഷൻ ചിത്രം 15 കോടിക്ക് മുടക്കിയ നരസിംഹ എന്ന ചിത്രം 200-250 കോടി കളക്ഷൻ നേടുന്നു. അപ്പോൾ ബോളിവുഡിൻ്റെ ഒരു സമീപനം, അവരുടെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകാത്തൊരു മനസ്സായിരിക്കാം ഒരുപക്ഷെ അവരിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ അകന്നു പോകുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഫിലിം മേക്കേഴ്സ് പലർക്കും പരീക്ഷണത്തിന് അവരൊക്കെ റെഡിയാണ്. ഈ പ്രശ്നം ഈ ആക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവര് ഒന്ന് മാറി ചിന്തിക്കുന്നതല്ലോ, അല്ലെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആകാതെ ചിന്തിച്ചാൽ ആ കാര്യങ്ങളെല്ലാം മാറി മറിയും. എനിക്ക് തോന്നുന്നത് അത് വലിയ താമസമില്ലാതെ അത് സംഭവിക്കും. കാരണം അവരും അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം പണ്ട് അവരെപ്പോഴും പറയുന്നത് ഓഡിയൻസിന് ഇതായിരുന്നു വേണ്ടത്, അവിടുത്തെ ഓഡിയൻസ്. പക്ഷെ എനിക്ക് അവിടുത്തെ ഓഡിയൻസ് ഒക്കെ മാറി. നമ്മുടെ മലയാളി ഓഡിയൻസ് പോലെ തന്നെ അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരും ഇപ്പൊ വേൾഡ് സിനിമ ഏത് താഴെക്കടയിലേക്ക് ചെന്നാലും ഇപ്പൊ എല്ലാ വീടുകളിലും ഈ പറഞ്ഞ OTT അതിലുള്ള സിനിമകളൊക്കെ കാണാനുള്ള അവസരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ കുറച്ചുകൂടി അത് പെട്ടെന്ന് സംഭവിച്ചു. കാരണം നമുക്കറിയാലോ, നമ്മുടെ ഒരു ഓഡിയൻസിന്റെ പ്രത്യേകത അറിയാലോ. അപ്പൊ അത് അവിടെ സംഭവിച്ചേ പറ്റൂ, അത് അനിവാര്യമാണ്. ശരിയാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. ബോളിവുഡിന് മാറാതെ ഇരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മിറാഷ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മറ്റൊരു സിനിമ ഇങ്ങനെ മലയാളികൾ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. എന്തായി അതിന്റെ ജോലികൾ? ഏത് സിനിമയുടെ കാര്യം ഉദ്ദേശിച്ചത്? ദൃശ്യത്തിന്റെ തുടർച്ച. ഓക്കെ, ഞാൻ അവിടുത്തെ റാമാണോ അങ്ങനെ ഒരു സിനിമ? അത് ഞാൻ ചോദിക്കരുത് വിചാരിച്ചു. ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞു. റാം ആക്ച്വലി അത് ഒരു ചെറിയ പ്രൊഡ്യൂസർ സൈഡിലുള്ള കുറച്ച് അവരത് സോർട്ട് ചെയ്യാൻ നോക്കുകയാണ്. തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യം 3 ആക്ച്വലി അതിന്റെ ഷൂട്ട് വലിയ താമസമില്ലാതെ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു. അധികം താമസമില്ലാതെ ദൃശ്യം 3യുടെ ഷൂട്ട് ആരംഭിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. അതെനിക്ക് തോന്നുന്നത് ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ, കാരണം ഞാൻ അവർക്ക് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തു, അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ അവർക്കും സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരണം. അതിനകത്ത് എപ്പോഴും അങ്ങനെയാണല്ലോ, അവര് അതിന് പ്രീവിയസ് വേർഷൻസിലും അവര് കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവന്നിരുന്നു. അപ്പം അവരും വലിയ താമസമില്ലാതെ തുടങ്ങുമെന്നാണ് കേട്ടത്. അപ്പോൾ എപ്പോഴത്തേക്ക് നമ്മൾ റിലീസ് പ്രതീക്ഷ? മോഹൻലാലാണ് ഇപ്പോൾ അറിയാലോ, എല്ലാ സിനിമകളും ഇങ്ങനെ വളരെ വലിയ നിലയിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ നേടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദൃശ്യം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇതിനു മുമ്പത്തെ സിനിമയൊക്കെ നേരെ തിയേറ്ററുകളിലേക്ക് വരണമെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ എപ്പോഴത്തേക്കാണ് നിങ്ങൾ കണക്കൂട്ടുന്നത് ദൃശ്യം തിയേറ്ററുകളിലേക്ക്? അല്ല, അതറിയില്ല. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഡിസ്കഷൻ, റിലീസിംഗ് ഡേറ്റിന്റെ തീരുമാനം ഇതുവരെയായിട്ടും ആയിട്ടില്ല. അല്ല, പ്രൊഡ്യൂസർ സൈഡില് അതിൽ നിന്നാണ് എനിക്ക് അവരാ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾക്കൊരു 45-50 ഡേയ്സ് ഷൂട്ടേ ഉള്ളൂ. നമ്മൾ എത്രയും പെട്ടെന്ന് അതൊരു ഫസ്റ്റ് കോപ്പി ആക്കി വെക്കും. ബാക്കി അത് ആന്റണിയാണ് തീരുമാനിക്കേണ്ടത് റിലീസിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇപ്പം. ഈ റാമിനെ കുറിച്ച് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട്, റാം മോഹൻലാലിന്റെ ഗെറ്റപ്പ് തന്നെ വളരെ നമുക്കൊരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ എത്ര ഭാഗം യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടുണ്ട്? ഇനി ഒരുപാട് ജോലികളുണ്ടോ അതിൽ? റാമിന് ആക്ച്വലി പറ്റിയ ഒരു 40-50 ഡേയ്സ് ഓഫ് ഷൂട്ട് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും തീരാനുണ്ട്. ആക്ച്വലി ഇപ്പൊ അവര് ശ്രമിക്കുന്നത് ഫസ്റ്റ് ആദ്യം തീർക്കാനായിട്ടാണ്. കാരണം അതൊരു 10-20 ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു സംഭവമുള്ളൂ. കാരണം ഒത്തിരി പൈസ ചെലവാക്കിയതാണ്, ഒത്തിരി രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് ഒത്തിരി എഫേർട്ട് ഇട്ടതാണ്. അത് പുറത്തു വരണം എന്ന് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട്. ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാലും അതിന്റെ ഇടയിൽ ആൾക്കാർ വന്നിട്ട് താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, റാമിന്റെ തീരുമാനമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഓഡിയൻസും അതുപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എന്റെയും എല്ലാവരുടെയും, ലാലേട്ടന്റെയും ആന്റണിയുടെയും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഞങ്ങളതെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദൃശ്യവും റാമും വേഗത്തിൽ തന്നെ വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം ഇപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച മിറാഷിൻ്റെ കാര്യം, 5 വർഷം കാത്തിരുന്ന ഒരു എഴുത്തുകാരന് അദ്ദേഹത്തിൻ്റെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നാളെ ഫസ്റ്റ് വെളിച്ചം ആ സ്ക്രീനിൽ പതിയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിനൊപ്പം സംവിധായകൻ ചേർന്ന് നിൽക്കുന്നു എന്നതും വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ മറ്റാളുകൾക്ക് അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നത്, ഇപ്പോൾ സ്വന്തം സിനിമകൾ ഇഷ്ടമാതിരിയുണ്ട്, വേണമെന്ന് വിചാരിച്ചാൽ അത് മാത്രം ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റാളുകളുടെയും കൂടി കഥകളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു 2 പാരലായിട്ട് പോവുകയാണല്ലോ, സ്വന്തം സിനിമകളും മറ്റുള്ളവരുടെ കഥകൾ ചെയ്യുന്നത്? അത് മനസ്സിൽ ഉറപ്പിച്ച് ചെയ്യുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണ് എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും കുറിച്ച് എല്ലാത്തിനും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ
അപ്പൊ എന്റെ എല്ലാ സിനിമകളിലും ക്യാരക്ടേഴ്സിന്റെ ചില സ്വഭാവത്തിനൊക്കെ ചില ഒരു സമാനതകൾ വരാം. അപ്പം പുറത്തുനിന്നുള്ള ആശയങ്ങൾ, പുറത്തുനിന്ന് വേറൊരു കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് അത് കൊണ്ടുവരാൻ ആ, ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പുറത്തുനിന്ന് നല്ല കഥകൾ സ്വീകരിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മനുഷ്യൻ 4-5 വർഷമായിട്ട് എന്റെ കൂടെ നടക്കുന്നു. അതുപോലെ പുള്ളി എന്റെ കൂടെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ പേഷ്യൻസോടുകൂടി നിന്നു. ഇടയ്ക്ക് ഹിന്ദിയിൽ വെച്ച് അത് ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അത് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചതിന്റെ മെയിൻ റീസണും അത് തന്നെയാണ്. ഒരാളുടെ സ്വപ്നമാണ്, ഒരാളുടെ എഫേർട്ടാണ്. അല്ലെങ്കിൽ ഒരാളെന്ന് പറയല്ല, 3 പേര് അതിനകത്തൊരു സ്റ്റോറി കൊണ്ടുവന്ന അത് അതിന്റെ റൈറ്റർ. അപ്പൊ അങ്ങനെ അവരുടെ ഒരു സെന്റിമെന്റ്സ് കൂടെ അതിനകത്തുണ്ട്. എനിക്കും സങ്കടമാണ്, കാരണം ഞാനൊരു അധ്വാനിച്ചിട്ട് നാളെ ഒന്നും അത് വെളിച്ചത്ത് വരാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് കൂടിയാണ് ഞാനത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അത് തിയേറ്ററിൽ പ്രേക്ഷകർ ഇരുകൈകളോട് നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. എന്തായാലും പ്രേക്ഷകരാണ് ഡിസിഷൻ മേക്കേഴ്സ്. ദേ ആർ ദ കിങ് മേക്കേഴ്സ്. ലെറ്റ് ദം ഡിസൈഡ്. അതെ, ഏതായാലും മിറാഷ് പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇനി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അടിയിൽ ആ റാം കൊണ്ടുവന്നിട്ട് കൂടുതൽ വർത്താനം പറഞ്ഞാൽ മതി എന്ന് ആളുകൾ പറയാതിരിക്കട്ടെ. വേഗം റാമിനെ കൂടി ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ദൃശ്യം ഗംഭീരമായി പൂർത്തിയായിട്ട് വളരെ നന്ദി ശ്രീജിത്ത് ജോസഫ്. താങ്ക് യു സോ മച്ച്.